പി കെ ശശി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും മണ്ണാർക്കാട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മണ്ണാർക്കാടുള്ള ആളുകൾക്കൊക്കെ പി കെ ശശിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടാവും, കുറേ ആളുകൾ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ പി കെ ശശിൻ്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗമായിട്ടല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു വിഭാഗം അല്ലാന്നേ, ഇവിടെ അങ്ങനെ ഒരു സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ മുൻ ഏരിയ സെക്രട്ടറി ആണല്ലോ, എന്തുകൊണ്ടാണ് CPM-ൽ മത്സരിക്കാതെ വേർതിരിഞ്ഞ് മത്സരിക്കുന്നത്? സ്വാഭാവികമായിട്ട് പറയാലോ, എന്നെ ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള കുറച്ച് ആളുകളെ CPM നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ CPM-ൻ്റെ നിലപാടുമായി അതിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രമാണ് മത്സരിക്കുന്നത്. കുറച്ച് കാലങ്ങളായി CPM സ്വീകരിച്ചു വരുന്ന നിലപാടുകൾക്കെതിരെ. ഇവിടെ വിജയിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? വിജയിക്കാൻ വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ നിന്ന് ജനക്ഷേമ പരിപാടികൾ നടത്തി മുന്നോട്ട് പോകും. ആരും UDF LDF അതിൽ മുന്നണിയെ പിന്തുണക്കും. നമ്മൾ ചില സ്ഥലങ്ങളിൽ UDF-ഉമായിട്ട് സഹകരിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരം നടത്തുന്നുണ്ട്. അതാത് സ്ഥലങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇപ്പം എന്തുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കണോ എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തമായ ഒരു മറുപടി. CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കച്ചവടവൽക്കരിക്കപ്പെടുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രമാണ് മത്സരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്, ഇവിടെ മാത്രമല്ല മത്സരിക്കുന്നത്, എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. കൊഴിഞ്ഞമ്പാറ മത്സരിക്കുന്നുണ്ട്, ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നുണ്ട്, ലക്കിടിയിൽ മത്സരിക്കുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും കാരാകുറിശ്ശിയിൽ മത്സരിക്കുന്നുണ്ട്, കാഞ്ഞിരപ്പുഴയിൽ മത്സരിക്കുന്നുണ്ട്, കോട്ടപ്പാടത്ത് മത്സരിക്കുന്നുണ്ട്, അലനല്ലൂരുണ്ട്, മണ്ണാർക്കാടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും CPM-ൻ്റെ നിലപാടിൽ എടുക്കുന്ന ഈ കച്ചവട പാർട്ടി വിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനെതിരെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 10 പേരെ മത്സരിക്കാൻ വേണ്ടി മണ്ണാർക്കാട് തീരുമാനിച്ച്, ഇപ്പം ഇന്നലെ അത് 12ഓളമായി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ ദിവസം ആളുകൾ കൂടി വരികയാണ് പാർട്ടിയിലേക്കല്ല ഈ സംവിധാനത്തിലേക്ക്. അപ്പം ഇതൊരു വലിയ മുന്നേറ്റമായിട്ട് മാറുമോ ഈ സംവിധാനം? ഞങ്ങൾക്ക് ഈ മുന്നേറ്റം ഉപയോഗിച്ചുകൊണ്ട് CPM-നെ തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. CPM-ൽ വന്ന കള്ള നാണയങ്ങളെ പുറത്താക്കുക, CPM ജനകീയമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പാർട്ടി തകർക്കണമെന്നുള്ളതോ പാർട്ടി ഇല്ലാതാവണമെന്നുള്ളതോ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കൂടെയുള്ള SFIയുടെ പഴയ ഏരിയ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എങ്കിൽ, ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആളാണ് ശിവശങ്കരേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് എവിടെയോ ചൂട് പഴിച്ചു എന്നുള്ളത് മാത്രമാണല്ലോ മനസ്സിലാക്കേണ്ടത്. പി കെ ശശിയുടെ ഒരു പാർട്ടി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ മത്സരിക്കുന്ന ഈ മുന്നണിയിലെ എല്ലാ ആളുകളും പി കെ ശശിയുടെ ഒപ്പം നിൽക്കുന്നവരും കൂടെ നിൽക്കുന്നവരും ആണ്, നിന്നവരൊന്നും ആണ്. അതേക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ പി കെ ശശിയുമായിട്ടും ഭയങ്കര ബന്ധം പുലർത്തുന്നതാണ്. എന്നെക്കാൾ വലിയ ബന്ധം പുലർത്തുന്ന ആളാണ് അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ. അദ്ദേഹവുമായിട്ട് സൗഹൃദ ബന്ധം, സ്നേഹബന്ധം എല്ലാവർക്കും ഉണ്ട്. ഞാനവിടെ ആളുമായി സ്ഥിരമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾ തന്നെ ഉള്ളത്. മണ്ണാർക്കാട് ഏകദേശം ഒരു 90% ആളുകളും പി കെ ശശിയുമായി ബന്ധമുള്ള ആളുകളാണ്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളാണ്. അതിലൊരാൾ മത്സരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പി കെ ശശി നിർത്തുക എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഈ CPM-ൻ്റെ അല്ല, നേരത്തെ DYF-ൻ്റെ അംഗമായിരുന്നല്ലോ. PKS CPM-ൻ്റെ മുതിർന്ന നേതാവാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു യുവാവ് രീതിയിൽ PKS-ൻ്റെ നിർദ്ദേശം വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് ഇല്ല എന്നാലും സാധാരണ അങ്ങനെ ഉണ്ടാവാറുണ്ട്, മുതിർന്ന നേതാക്കന്മാർ ചോദിക്കാൻ അനുഗ്രഹം വാങ്ങാൻ. ഇല്ല, നമ്മൾ CPM-ൻ്റെ ഭാഗമായിട്ടല്ല മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും CPM-ൻ്റെ പാർട്ടിയിലുണ്ട്, KTDC-യുടെ ചെയർമാനാണ്. ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ചുമതല അദ്ദേഹം വഹിച്ചു വരുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം CPM-നെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ആ ഘട്ടത്തിൽ CPM-ൻ്റെ ഒരാളോട് പോയിട്ട്, ഒരു നേതാവിനോട് പോയിട്ട് നമ്മൾ അനുവാദം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു യുക്തി ഇല്ലല്ലോ. ഒരു പരിചയസമ്പന്നമായ നേതാവിൻ്റെ രീതിയിലെങ്കിലും ഇല്ല. നിങ്ങൾ പറയുന്നതിൽ യാതൊരു യുക്തിയില്ല. CPM-ന്റെ ഒരു നേതാവിനോട് പോയിട്ട് ഞങ്ങൾ ആരെങ്കിലും മത്സരിക്കാൻ കഴിയുന്നത്? ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു സെക്കൻഡ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ മുന്നണി തുടരുമോ, അതോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു മുന്നണി സംവിധാനമാണോ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി തിരുത്തേണ്ട രീതിയിൽ തിരുത്തിയാൽ ഈ സംവിധാനം ഇതോടുകൂടി അവസാനിക്കും. പാർട്ടി തിരുത്തേണ്ട രീതിയിൽ തിരുത്തണം എന്നുള്ളത് മാത്രം. അതൊന്ന് വിശദീകരിക്കുക. എങ്ങനെയാണ് പാർട്ടി തിരുത്തേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. അതൊക്കെ നിങ്ങൾക്ക് ഡിസംബർ 13-ന് കൃത്യമായ വിവരം നിങ്ങൾക്ക് തരാം. ഞങ്ങൾ എവിടെയും പോകുന്നില്ലല്ലോ. ഞങ്ങൾ ഈ കുപ്പായിട്ടിട്ട് ഈ പൊതുപ്പുറത്തായിട്ട് നാട്ടിൽ ആളുകൾ കൂടെ ഉണ്ട്, നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടല്ലോ. സ്മരിക്കപ്പോൾ ഞങ്ങൾ കാണാൻ നമുക്ക് ഒരുപാട് കാലമായില്ലേ, ഞങ്ങളൊക്കെ ഒരുപാട് കാലമായി കാണാൻ തുടങ്ങിയിട്ട്. എവിടെയും പോകുന്നില്ല, ഇവിടെ ഉണ്ട്. ഇതിനെല്ലാതിൻ്റെ മറുപടി നിങ്ങൾക്ക് ഡിസംബർ 13 കൃത്യമായി തരും. എവിടെയും ഞങ്ങൾ വിളിച്ചുവിടാൻ പോകുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ 2 മണിക്ക് മുനിസിപ്പാലിറ്റികളുടെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പുറപ്പെടുക്കും. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് തിരക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടാവുക. തിരുത്തേണ്ടി വരും, തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞോടുകൂടെ ഞാൻ പറഞ്ഞല്ലോ, തിരുത്തേണ്ടത് തിരുത്തന്നെ വേണം. അപ്പോഴല്ലേ നന്നാവില്ല. തിരുത്തേണ്ടി വരുമോ? വരണല്ലോ, അതല്ല ഇനി ശരി. തെറ്റുപറ്റിയാൽ തിരുത്തണം. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ആകെ തെറ്റുപറ്റിയിട്ട് ഞങ്ങൾ അക്കാര്യത്തിൽ തിരുത്തപ്പെടുന്ന ആളുകളാണ്.
ഞങ്ങൾക്ക് ആ പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ ആ എത്തപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടി ഞങ്ങളിപ്പോൾ പാർട്ടിയാണല്ലോ, ഞങ്ങൾ ഒരു പാർട്ടിയുടെ ഭാഗം ഏകദേശം 2.5 കൊല്ലമായി ഇപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ നടപടി എടുത്തിട്ട് ഞങ്ങൾ വേറെ പാർട്ടിക്ക് ഇതുവരെ പോയിട്ടൊന്നുമില്ല. കോൺഗ്രസ്ക്ക് അല്ലെങ്കിൽ ലീഗിലേക്കോ ഒരു സംവിധാനത്തിലേക്കോ ഞങ്ങൾ ഇത് നന്നാക്കണം എന്നുള്ള ലെവലിൽ എപ്പോഴും നിൽക്കുന്നത്. PKS അല്ലാതെ വേറെ നേതാക്കന്മാരെ പിന്തുണയുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ചോദിച്ച ആളുകൾക്ക് തീരുമാനം. നിങ്ങളിങ്ങനെ തേങ്ങയിൽ എന്താ ഇപ്പോൾ ഇത് പൊട്ടിൽ തേങ്ങുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ശശിയേട്ട PKS എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് മൂപ്പരെ പേര് പറയേണ്ട പേര് പറയേണ്ട കാര്യമാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരിക്കും. ഇത് ഞങ്ങൾ കുറച്ച് കൂട്ടം ഇത്ത തീരുമാനമാണ്. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരാളെയും തോൽപ്പിക്കാനല്ല, ഞങ്ങൾക്ക് ജയിക്കാനാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഞങ്ങളെ കാണുന്ന ജനങ്ങളൊപ്പം ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം 26 വർഷത്തിലായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ആളെ ഞാൻ എന്നാക്ക് റൂറൽ ബാങ്കിൻ്റെ ഡയറക്ടറാണ്. ഇപ്പോൾ പിന്നെ SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്. വിവിധ SFI ജില്ലാ ഉപകാരമായിട്ട് ഇരിക്കുന്ന ആളാണ്. ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് സംവിധാനം ചെയ്യുന്ന ആളുകളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളെല്ലാം നന്നായിട്ട് പാർട്ടി പ്രവർത്തിച്ച് നന്നായിട്ട് തഴക്കും പഴക്കമുള്ള ആളാണ്. നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നല്ല ഉശിരുള്ള നല്ല സ്ഥാനങ്ങൾ, വിദ്യാഭ്യാസമുള്ള നല്ല കഴിവുകളുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയുന്ന ആളുകളാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത് മനസ്സിലാവാത്തത്? നിങ്ങൾ ഇത്രയും നിങ്ങളുടെ തഴക്കവും പഴക്കവും എല്ലാം പാർട്ടി ഇങ്ങോട്ട് പറഞ്ഞത് അത് നിങ്ങള്